ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ RD അക്കൗണ്ടുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. RD അക്കൗണ്ടുകൾ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു സേവിങ്സ് മെത്തേഡാണെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് RD തുടങ്ങാനായിട്ടുള്ള 2 എളുപ്പ മെത്തേഡുകളെ കുറിച്ചാണ്. പലപ്പോഴും വർക്കിന് പോകുന്നവർക്ക് നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും പോയി നിന്ന് RD അക്കൗണ്ട് തുടങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നൊരു വീഡിയോ ആണിത്. പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന RD ഏജൻറ്റുമാരുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന RD ഏജൻറ്റുകൾ ആരാണെന്ന് അറിയുക. അവരോട് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് RD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. പിന്നെ ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പറ്റുന്നില്ലെങ്കിൽ ബാങ്കിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കുകളുടെ ആപ്പ് ഉണ്ടാവും. ഞാൻ SBI യോനോ ആപ്പാണ് ഉപയോഗിക്കുന്നത്. യോനോ ആപ്പിൽ RD ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. 1 ഇയർ തൊട്ട് നമുക്ക് RD ഓപ്പൺ ചെയ്യാൻ ബാങ്കിൻ്റെ ആപ്പുകളിൽ പറ്റും. മാത്രമല്ല ബാങ്കുകളുടെ ആപ്പുകളിലൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ 1 ഇയർ നമ്മൾ RD തുടങ്ങി വിചാരിച്ചോ, ഇനി എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് RD ക്ലോസ് ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് അതിൽ പറ്റും. പക്ഷേ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ അങ്ങനെ സാധിക്കില്ല. പോസ്റ്റ് ഓഫീസിൽ RD തുടങ്ങുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. മെച്യൂരിറ്റി ആയിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് കിട്ടുക. 5 വർഷം കഴിയുമ്പോഴാണ് മെച്യൂരിറ്റി ആകുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡായിരിക്കും അനുയോജ്യം എന്ന് വിചാരിച്ചിട്ട് അത് നോക്കി നിങ്ങൾ RD അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക. താങ്ക് യു.